തൃശൂർ പുതുക്കാട്ടെ നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണ് എന്നൊടുവിൽ വ്യക്തമാവുകയാണ്. 2 കുഞ്ഞുങ്ങളെയും അമ്മ അനീഷ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണ് എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. 2021 നവംബർ 6-നാണ് ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത്. 2024 ഓഗസ്റ്റ് 29-ന് സഹോദരന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും കൊന്നു എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത്. ഓഗസ്റ്റ് 30-ന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു. ഉച്ചയ്ക്ക് റൂറൽ എസ് ബി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രണ്ടാമത്തേതാണ് കൊലപാതകമെന്ന് സൂചനകളുണ്ട് എന്ന് മാത്രം പറഞ്ഞത്. ഒന്നാമത്തേതിനെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നപ്പോൾ അത് അറിയുന്നത് 2021 നവംബർ 6-ന് അനീഷ തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് ആദ്യ കൊലപാതകം നടത്തി. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ജനനം മറച്ചുവെക്കുന്നതിനായി പ്രസവത്തിന് ശേഷം കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കിയും മൃതദേഹം നൂലുവള്ളിയിലുള്ള വീടിനോട് ചേർന്ന് പറമ്പിൽ കുഴിച്ചിടുകയും 8 മാസങ്ങൾക്ക് ശേഷം കുഴി തുറന്ന് അസ്ഥികൂടങ്ങൾ പുറത്ത് എടുത്ത് ഈ ഭവിൻ എന്ന് പറയുന്ന തന്റെ ആൺസുഹൃത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമത്തെ എഫ്ഐആർ പറയുന്നത് 2024 ഓഗസ്റ്റ് 29-ന് ചേട്ടന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു. അതിനുശേഷം അതിനെ കൊലപ്പെടുത്തി. അതിനെയും സമാനമായ രീതിയിലാണ് കൊലപ്പെടുത്തിയത്. രണ്ടാമത്തെ കുഞ്ഞിനെ കൊന്ന ശേഷം മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ചു. ഓഗസ്റ്റ് 30-ന് മൃതദേഹം സഞ്ചിയിലിട്ട് ഭവിന്റെ അമ്മ വീട്ടിന്റെ അടുത്തെത്തി അവിടെ പറമ്പിൽ കുഴിച്ചിട്ടു. രണ്ടാമത്തെ കുഞ്ഞിന്റെ കുഴി 4 മാസങ്ങൾക്ക് ശേഷം തുറന്ന് അസ്ഥിയെടുത്തു. നേരത്തെ വച്ചിരുന്ന ആ സഞ്ചിയിൽ തന്നെ അസ്ഥികൾ സൂക്ഷിക്കുകയും ചെയ്തു. രണ്ടും അമ്മ നടത്തിയ അരുങ്കൊല എന്നാണ് എഫ്ഐആർ പറയുന്നത്. രണ്ടാമത്തെ കൊലയിലാണ് ഭാവിന്റെ പങ്കാളിത്തം കൂടുതലായി പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. കാരണം ഈ മൃതദേഹം എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഭവിനെയാണ് ഏൽപ്പിക്കുന്നത്. അയാളാണത് അയാളുടെ അമ്മ വീടിനടുത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നത്. എന്തായാലും 2 അരുങ്കൊലയുടെ വാർത്തകളാണ് ഇപ്പോൾ ഈ എഫ്ഐആറിലൂടെ പോലീസ് സ്ഥിരീകരിക്കുന്നത്.